ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഭക്ഷണം എടുത്തെറിഞ്ഞു പോയ വിജയകുമാറിനെ പോയി നോക്കിയ ശേഷം മക്കളുടെ റൂമിലേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് മകനെ ഫോൺ ചെയ്യുകയാണ് ഭാഗ്യലക്ഷ്മി. മക്കളായ ദിയയും ദീപയും അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ബാംഗ്ലൂരിൽ മെഡിസിൻ പഠിക്കുകയാണ് ദീപു. അമ്മയുടെ ഫോൺ കണ്ട് ഡാൻസ് ബാറിൽ നിൽക്കുന്ന ദീപു അമ്മയുടെ ഫോണാണ്, ശബ്ദിക്കരുതെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞ ശേഷം ഫോൺ എടുക്കുകയാണ്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മോൻ ഉറങ്ങിയോ? ഇല്ലമ്മേ, ഞാൻ പഠിക്കുകയാണ്. അധികം ഉറക്കമിളക്കേണ്ട, മോൻ പോയി കിടന്നോ, രാവിലെയും എഴുന്നേറ്റ് പഠിക്കാമല്ലോ. ശരിയമ്മയെന്ന് ആ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ദീപു പറയുന്നുണ്ട്. എന്താ അവിടെ ബഹളം കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അത് പുറത്ത് പിള്ളേരിന്ന് ബഹളം വെക്കുകയാണ്. ഞാൻ ഇവിടെ റൂമിലിരുന്ന് പഠിക്കുകയാണ്. ശരി മോനെ, ഗുഡ് നൈറ്റ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം ദീപു പറയുകയാണ്, ഹോ രക്ഷപ്പെട്ടോ. മടിയിൽ കിടന്ന് ദീപ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ആ വെട്ടുകൊണ്ട ആള് രക്ഷപ്പെടുമോ അമ്മേ? അറിയില്ല, ഒരുപാട് ചോര വാർന്നുപോയി. ഇനിയിപ്പോൾ അതിനേക്കാൾ ഒരുപാട് ചോര പൊടിയും ആ പയ്യന്റെ അച്ഛന്റെയും അമ്മയുടെയും ഹൃദയത്തിൽ നിന്നും. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഭാഗ്യലക്ഷ്മിയാണ്. അന്നേരം ഭാഗ്യലക്ഷ്മി കാണുന്നത് തങ്ങളുടെ വീടിന്റെ മുൻപിൽ സദാനന്ദൻ മുതലാളി കള്ളഷാപ്പ് കെട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് പരാതിക്കായി വന്ന അച്ഛനെയും അമ്മയെയുമാണ്. അവരെ കണ്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇവിടെ? അയാൾ പറയുകയാണ്, ഇന്നലെ രാത്രി ഞങ്ങളുടെ മകനെ ആരൊക്കെയോ ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ചു. അകത്ത് കയറി ഒന്നേ കണ്ടുള്ളൂ, കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. അമ്മ പറയുകയാണ്, കണ്ടു നിൽക്കാൻ വയ്യ സാറേ. അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ശ്രീകുമാർ എന്ന പയ്യന്റെ കാര്യമാണോ നിങ്ങളീ പറയുന്നത്? അതെ, ഞങ്ങളുടെ ഒരേ ഒരു മകനാണ്. സങ്കടപ്പെട്ടുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഈശ്വര, ഞാനാണ് ആ പയ്യനെ ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചത്. കള്ളുഷാപ്പിന് തീയിട്ടിട്ട് നേരെ വരുന്ന വഴിയായിരുന്നു. ശക്തമായ മഴയത്ത് ഇടിയും മിന്നലും നടക്കുമ്പോൾ ഞാൻ കണ്ടു ഒരു പയ്യനെ 4-5 ഗുണ്ടകൾ ചേർന്ന് വെട്ടുന്ന രംഗം. ഭാഗ്യലക്ഷ്മി കരയുന്നത് കേട്ട് കരയുകയാണ് ആ അമ്മ. അവര് പൊക്കഴിഞ്ഞപ്പോൾ കാർ വിട്ടു പോകാൻ എനിക്ക് തോന്നിയില്ല. താഴെ കിടന്ന് പിടയുന്ന ആൾക്ക് ഒത്തിരി ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വഴിപോക്കരുടെ സഹായത്തോടുകൂടി ഞാനിവിടെ എത്തിക്കുകയായിരുന്നു. ഇന്നലെ കള്ളുഷാപ്പ് കത്തിച്ചതിന്റെ പ്രതികാരമാണോ ഈ തീർത്തത്? അദ്ദേഹം പറയുകയാണ്, അത് മാത്രമല്ല സാർ, സദാനന്ദൻ മുതലാളി മകൻ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു. അതിന് സാക്ഷിയാണ് എന്റെ മകൻ. രണ്ടിനും കൂടി ചേർത്ത് ഒരുമിച്ചുള്ള ശിക്ഷയാണിത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അയാളുടെ മകൻ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഷീബ കൊലക്കേസിനെ പറ്റിയാണ് അച്ഛൻ പറഞ്ഞത് അല്ലേ? അതെ സാർ, അത് പത്രങ്ങളിലും ടിവിയിലുമൊക്കെ കത്തിപ്പടർന്ന വാർത്തയായിരുന്നല്ലോ. അന്നും ഭീഷണികൾ ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ടും എന്റെ മകൻ സദാനന്ദൻ മുതലാളിക്കെതിരെ സാക്ഷി പറഞ്ഞു. അന്ന് തൊട്ട് ആ കഴുകന്മാർ അവനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ആ അച്ഛൻ. അന്നേരം ഡോക്ടർ അവരുടെ അടുത്തേക്ക് വരികയാണ്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്തായി ഡോക്ടർ, എന്താണെങ്കിലും പറയ്. എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം സങ്കടത്തോടെ ഡോക്ടർ പറയുകയാണ്, സോറി, രക്ഷിക്കാനായില്ല. അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് സങ്കടപ്പെട്ട് നിലവിളിക്കുകയാണ് അമ്മ. ഹീസ് നോ മോർ എന്ന് പറഞ്ഞ ശേഷം ഡോക്ടർ പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ്. എന്റെ മോനെ എന്ന് പറഞ്ഞ് വീണ്ടും വാവിട്ട് കരയുകയാണ് ആ അമ്മ. സങ്കടപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ ഇന്നലെ രാത്രി കൺമുന്നിൽ കണ്ട കാഴ്ചകൾ ആലോചിച്ച് നടക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് വില്ലേജ് ഓഫീസാണ്. അവിടെ TV ചാനലുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അവിടേക്ക് ഭാഗ്യലക്ഷ്മി കാറിൽ എത്തുകയാണ്. ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ഷീബ കൊലക്കേസിന്റെ പ്രതികൾക്ക് ശ്രീകുമാറിന്റെ കൊലയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങൾ എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഒരു സാധു കുടുംബത്തിന്റെ അത്താണിയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരനെ ഇരുട്ടിന്റെ മറവിൽ കൊത്തിയരിഞ്ഞത് ഷീബ കൊലക്കേസിലെ അതേ പ്രതികൾ തന്നെയാണ്. സമൂഹത്തിലെ മാന്യനായ ഒരാളിന്റെ മകൻ. കള്ളപ്പണവും കള്ളക്കടത്തും കൂടെ കൊണ്ടു നടക്കുന്ന സദാനന്ദൻ മുതലാളിയുടെ മകൻ കാർത്തികേയൻ എന്ന കാർത്തിയാണ് ഈ അരുങ്കൊലയ്ക്ക് പിന്നിൽ. ശ്രീകുമാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മടങ്ങി പോകുമ്പോൾ കാർത്തിയും സുഹൃത്തുക്കളും എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ശ്രീകുമാറിനുണ്ടായ അതേ അനുഭവം എനിക്കും ഉണ്ടാകുമെന്ന് നേർക്കുനേർ നിന്നവൻ പറഞ്ഞു. ആ ക്രിമിനൽ ഷീബ കൊലക്കേസിലെ സാക്ഷിയായിരുന്നു ആ പയ്യൻ. കോടതിയിൽ അവന്റെ നാവ് തുന്നിക്കെട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അക്രമികൾ അവന്റെ വിധിയങ്ങ് നടപ്പിലാക്കി. അതേ വിധി തന്നെയാണ് എന്നെയും കാത്തിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതേ സമയം ഇതൊക്കെ ടിവിയിൽ കൂടി കാണുകയാണ് കാർത്തികേയനും കൂട്ടാളികളും. എനിക്ക് മരണഭയമില്ല, ഒരുത്തനെയും പേടിയുമില്ല. അമ്മയുടെയും അച്ഛന്റെയും നിലവിളിയും നിസ്സഹായാവസ്ഥയും എന്റെ മനസ്സിലുണ്ട്. അത് മതി എനിക്ക് കോടതിയിലേക്ക് പോകാനും ശക്തമായ മഴയത്ത് വാൾ വീശിയതാരാണെന്ന് പറയാനും. അതിനു മുൻപ് നടന്നതൊക്കെ ഈ സമൂഹത്തെ എനിക്ക് അറിയിക്കണമെന്ന് തോന്നി.
അതുകൊണ്ടാണ് നിങ്ങളെ തേടി വരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. വെട്ടേറ്റ ശ്രീകുമാർ റോഡിൽ കിടക്കുമ്പോൾ അലമുറയിട്ട് ഞാൻ പലരോടും പറഞ്ഞു ആ പയ്യനെ ഒന്ന് കാറിൽ കയറ്റാൻ സഹായിക്കണമെന്ന്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാതെ കടന്നു പോവുകയായിരുന്നു. അവസാനം എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളുടെ സഹായത്തോടെയാണ് ആ പയ്യനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ ആ പയ്യന്. അതുകൊണ്ട് എനിക്ക് ആ പയ്യന്റെ മരണത്തിൽ അയാളുടെ അച്ഛനമ്മമാരോടൊപ്പം തന്നെ വേദനയുണ്ട്. നിങ്ങളും കഴിയുമെങ്കിൽ പണത്തിന്റെ പിന്നാലെ പോകാതെ ജനങ്ങൾക്ക് മുൻപിൽ, കോടതിക്ക് മുൻപിൽ ഈ കൊടും കുറ്റവാളികളെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യണം. എനിക്കും ഉണ്ടൊരു കുടുംബം, 3 മക്കളും. ചാനൽ ചർച്ചകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കും. ഇതൊക്കെ വീട്ടിലിരുന്ന് കാണുകയാണ് ദീപയും ദിയയും. അന്നേരം കോടതിയിലേക്ക് പോകാനായി റെഡിയായി വരികയാണ് വക്കീൽ വിജയകുമാർ. ശ്രീകുമാർ എന്ന സാധു പയ്യനെ കൊന്നതാണ് കാർത്തികേയനും കൂട്ടരും ചേർന്ന്. ടിവിയിൽ മക്കളിരുന്ന് ഈ വാർത്തകൾ കാണുന്നത് കണ്ട് ദേഷ്യത്തോടുകൂടി താഴേക്ക് ഇറങ്ങി വന്ന വക്കീൽ ചോദിക്കുകയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്? അതിനുശേഷം റിമോട്ട് വാങ്ങി TV ഓഫ് ചെയ്യുകയാണ് വക്കീൽ. വിജയകുമാർ പറയുകയാണ്, കണ്ടോ, ഭാഗ്യലക്ഷ്മിക്ക് കളക്ടറുടെ പവറാണ്. പല വില്ലേജ് ഓഫീസർമാരും വേണ്ടാന്ന് വച്ചതൊക്കെ നിങ്ങളുടെ പുന്നാര അമ്മ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വില്ലേജ് ഓഫീസർമാർക്ക് ഇന്ന അധികാരമുണ്ടെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതൊക്കെ നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ സമൂഹത്തെ ഒന്നായി ചില സിനിമാ നായകന്മാരെ പോലെ ഉദ്ധരിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അവളുടെ മാത്രമല്ല നിങ്ങളുടെ ഭാവി കൂടി അവതാളത്തിലാകും. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ ദിയ പറയുകയാണ്, ശരി ആയിക്കോട്ടെ, ശരിയുടെ ഭാഗത്തെ ഞങ്ങൾ നിൽക്കൂ, അമ്മയ്ക്കൊപ്പമേ നിൽക്കത്തുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഷീബ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചതും ഇന്ന് ശ്രീകുമാർ എന്ന പയ്യന് സംഭവിച്ചതും ആയിരിക്കും. അതേ അവസ്ഥയായിരിക്കും ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആകാൻ പോകുന്ന ഭാഗ്യലക്ഷ്മിക്കും സംഭവിക്കാൻ പോകുന്നത്. കൊത്തി അരിഞ്ഞിട്ട് തന്നാൽ കൂട്ടിയിട്ട് കത്തിക്കാനേ പറ്റത്തുള്ളൂ. ദിയ ചോദിക്കുകയാണ്, അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ ഇവിടെ എല്ലാവർക്കും എല്ലാം ആകാമല്ലോ, ആർക്കും ആരെയും കൊല്ലാമല്ലോ, ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? വിജയകുമാർ പറയുകയാണ്, എടി, മക്കളും കുടുംബവും ഉള്ളവരൊക്കെ പ്രതികരണമൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. അച്ഛനെ നോക്കണ്ട, അച്ഛനും അമ്മയും വേർപിരിഞ്ഞവരെ പോലെ ജീവിക്കുന്ന വീടാണ് ഇത്. അവിടെ എന്റെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ല. പക്ഷെ ഭാഗ്യത്തിന് മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. ഒരുത്തൻ മെഡിസിന് പഠിക്കുന്നുണ്ടല്ലോ, അവന് പോലും ഈ സംഭവങ്ങളൊക്കെ ഭീഷണിയാണ്. അന്യന്റെ മക്കളുടെ കണ്ണീരിന്റെ പിന്നാലെ പോകാതെ സ്വന്തം മക്കളെങ്കിലും മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ പറ നിങ്ങളുടെ അമ്മയോട്. ദിയെ നോക്കി ദീപയോട് പറയുകയാണ്, ദേ ഇവള് പറയില്ല, നീയെങ്കിലും പറ മോളെ. അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് വിജയകുമാർ. ദീപ പറയുകയാണ്, എനിക്ക് പേടിയാവുന്നു. ദിയ ചോദിക്കുന്നു, എന്തിനാ പേടിക്കുന്നത്? അമ്മയാണ് ശരി, ഞാൻ അമ്മയ്ക്കൊപ്പമേ നിൽക്കൂ. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുന്ന സദാനന്ദനെയാണ്. എവിടേടി അവനെന്ന് ഭാര്യയോട് ചോദിക്കുകയാണ് സദാനന്ദൻ. അവൻ അകത്തുണ്ട്, മാറടി അങ്ങോട്ടെന്നും പറഞ്ഞ് ഭാര്യയെ തള്ളി നീക്കിയ ശേഷം അകത്തേക്ക് കയറി പോവുകയാണ് സദാനന്ദൻ. ഓടി വന്ന ഫോഴ്സിൽ കാർത്തികേയനെ അടിക്കുകയാണ് സദാനന്ദൻ. എന്താ എന്ന് കാർത്തികേയന്റെ അമ്മ ചോദിക്കുമ്പോൾ സദാനന്ദൻ പറയുകയാണ്, എടിയ സുബ്രഹ്മണ്യന്റെ മകൻ തീരേണ്ടത് തന്നെ ആയിരുന്നു. അവനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ എനിക്ക് പരാതിയില്ല. എന്നെ മാത്രമല്ല, എന്നെയും വേദനിപ്പിച്ചവനാണ് അവനും അവന്റെ അച്ഛനുമൊക്കെ. യുവജന പ്രസ്ഥാനത്തിന്റെ ഉദ്ധാരകനായ അവൻ ഞാൻ പുറംപോക്കിൽ ഭൂമി കയ്യേറിയെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വട്ടം ചുറ്റിച്ചുള്ള കൂട്ടത്തിലാണ് അവൻ. പക്ഷേ അവനെ കൊല്ലാൻ തിരഞ്ഞെടുത്ത സ്ഥലമുണ്ടല്ലോ, അത് തെറ്റിപ്പോയി നിനക്ക്. ആളും പേരും ഇല്ലാത്ത സ്ഥലത്ത് വേണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് നട റോഡിൽ ഇട്ടുവെട്ടി, അതും ലോകം മുഴുവൻ കാൽക്കീഴിലാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വില്ലേജ് ഓഫീസറിന്റെ മുന്നിൽ വെച്ച്. കാർത്തികേയൻ പറയുകയാണ്, നല്ല മഴയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആരും കാണില്ല എന്ന് കരുതിയാണ് അവിടെ വെച്ച് അങ്ങനെ ചെയ്തത്. പിന്നെ വേറെ മാർഗവും ഇല്ലായിരുന്നു. സദാനന്ദൻ പറയുകയാണ്, എങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കണമായിരുന്നു. കാർത്തിയുടെ അമ്മ പറയുകയാണ്, അതാ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ശാപമാണ്. അത് കേട്ട് പുച്ഛിച്ചുകൊണ്ട് സദാനന്ദൻ പറയുകയാണ്, ശാപം, മണ്ണാങ്കട്ട, അതൊക്കെ കളയടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടവൻ അല്ല. ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരും കരച്ചിലും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. അവിടെയും ഇവന് പിഴച്ചു. മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിത്താണപ്പോൾ അവിടെയും പരിസരം മറന്നു. ഇവന്റെയൊക്കെ ചെയ്തികൾ കാണാൻ ആളുണ്ടായി. വിവാദം കത്തിപ്പടരുകയാണ്. ഇനി നീ രക്ഷപ്പെടണമെങ്കിൽ അവള് വിചാരിക്കണം, കള്ള് ഷാപ്പ് കത്തിച്ച ആ മണൽ ലോറി പോലീസ് സ്റ്റേഷനിലേക്ക് പിടിപ്പിച്ച ആ പേ പിടിച്ച വില്ലേജ് ഓഫീസർ, അവർക്ക് ഞാനൊരു വാണിംഗ് കൊടുത്തിരുന്നു എന്ന് കാർത്തി പറയുമ്പോൾ സദാനന്ദൻ പറയുകയാണ്, നിന്റെ ഒരു വാണിംഗ് കുടുംബം ചുട്ടുകളയും എന്ന് പറഞ്ഞപ്പോൾ പിന്മാറാത്തവളാണ് നിന്നെ പോലൊരു പീറ പയ്യന്റെ വാണിംഗിൽ പേടിക്കുന്നത്. അതിനുശേഷം കാർത്തിയുടെ അമ്മയോട് സദാനന്ദൻ പറയുകയാണ്, ഇവന് മുട്ട വാട്ടിക്കൊടുക്ക്, കുരുമുളകിട്ട്. അതാകുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ശരീരവേദനയും മാറും. ആ സമയത്ത് നെഞ്ചു കലങ്ങാതിരിക്കാനും വേണ്ടിയാണ്.
ദേഷ്യപ്പെട്ട് വീണ്ടും പുറത്തേക്ക് പോകുന്ന സദാനന്ദനോട് കാർത്തിയുടെ അമ്മ ചോദിക്കുകയാണ്, ഇനിയിപ്പോ എങ്ങോട്ട് പോവുകയാണ്? ഇവൻ ഉണ്ടാക്കി വെച്ച വിവാദം കെട്ടടക്കണമല്ലോ. അത് ഈ വീട്ടിനകത്തിരുന്നാൽ പറ്റില്ലല്ലോ. എടാ, ഇനിയെങ്കിലും നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പനെ ധിക്കരിച്ച മകനാകേണ്ട നീ, കേട്ടല്ലോ? കാർത്തിയുടെ അമ്മ പറയുകയാണ്, അപ്പനും മോനും ഒരുപാട് വേദനിക്കും, കേട്ടല്ലോ? ദേഷ്യപ്പെട്ട അമ്മയോട് കാർത്തി പറയുകയാണ്, എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ എടുത്തു വയ്ക്ക്, ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തുന്ന ഭാഗ്യലക്ഷ്മിയാണ്. കൈയടിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, വില്ലേജ് ഓഫീസർക്ക് എന്റെ അഭിനന്ദനങ്ങൾ. അത്രയും പറഞ്ഞ് ഭാഗ്യലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുകയാണ് ദിയ. പക്ഷെ അന്നേരം ഭാഗ്യലക്ഷ്മി ദീപയുടെ വാടിയിരിക്കുന്ന മുഖം ശ്രദ്ധിക്കുകയാണ്. ദിയ പറയുകയാണ്, ടിവിയിലെ അമ്മയുടെ പ്രകടനം കണ്ട് കോരിത്തരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ദീപ പറയുകയാണ്, എനിക്കത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ലമ്മേ. ചെറുപ്പക്കാരനെ നടു റോഡിലിട്ട് വെട്ടിയവന്മാർക്കെതിരെയാണ് അമ്മ ചാനലിലൂടെ ഓരോന്ന് പറഞ്ഞത്. അത് കൂടിപ്പോയെന്ന് മോൾക്ക് തോന്നിയോ? കുറച്ച് കൂടിപ്പോയി എന്ന് ദീപ പറയുമ്പോൾ ദിയ ചോദിക്കുകയാണ്, ആര് പറഞ്ഞു കൂടിപ്പോയെന്ന്? അച്ഛനും പറഞ്ഞില്ലേ അമ്മയുടെ ഇപ്പോഴത്തെ പോക്ക് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന്? ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അങ്ങേര് അങ്ങനെ പറഞ്ഞു? നിങ്ങളുടെ അച്ഛന് ഈ പറയുന്ന സദാനന്ദനുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അയാളുടെ പല കേസുകളും തോന്നിവാസങ്ങളും കോടതിയിൽ കൊണ്ടുപോയി ശരിവയ്പ്പിക്കുന്നത് നിങ്ങളുടെ അച്ഛനാണ്. പറയുകയാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ടാകുന്നുണ്ടല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെയുള്ള പണം നമുക്ക് വേണ്ട മക്കളെ. അതുപോലെയാണ് കേസുകളും വളച്ചൊടിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലെന്താ പ്രയോജനം? എന്റെ മക്കള് അച്ഛൻ പറയുന്നത് കേൾക്കേണ്ട. സത്യത്തിന്റെ ഭാഗത്താണ് അമ്മ നിന്നത്. അതിന്റെ പേരിൽ അവർ അമ്മയെ കൊല്ലുന്നുണ്ടെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. അതേ സമയത്ത് തന്നെ ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരികയാണ് സദാനന്ദൻ. സദാനന്ദനെ കണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ഒരു വരവ്. തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് സദാനന്ദൻ. എന്റെ ഭാഗത്തു നിന്നും വെല്ലുവിളികൾ ഒരുപാടായി. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെ എന്നെയും എന്റെ കുടുംബത്തെയും തീർത്തേ തീരുവെന്നും പറഞ്ഞ് നടക്കുകയാണ് വില്ലേജ് ഓഫീസർ ഇപ്പോൾ. അങ്ങനെ ഒരു കുടുംബത്തെ തകർക്കണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. എന്ന് വെച്ച് കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ മോൻ വഴിയിൽ വെച്ച് മേഡത്തെ കണ്ടായിരുന്നല്ലോ അല്ലേ? അവനെതിരെ കോടതിയിൽ സാക്ഷിമുറിയിൽ എത്തിയവനാണ് ഈ കൊല ചെയ്യപ്പെട്ട ശ്രീകുമാർ. അതുപോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടാകുമെന്ന് മോൻ സൂചിപ്പിച്ചായിരുന്നു. അതും മനസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ ചാനൽകാരോട് അത്രയുമൊക്കെ പറഞ്ഞത്. സദാനന്ദൻ മുതലാളിക്കും മോനും മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ പോരല്ലോ. ഓഫീസറുടെ സംസാരമൊക്കെ കേട്ട് പുറകിൽ നിൽക്കുന്ന ദീപയെയും നോക്കുകയാണ് സദാനന്ദൻ. സദാനന്ദന്റെ നോട്ടം കണ്ട് ഭാഗ്യലക്ഷ്മി അവരോട് പറയുകയാണ്, മക്കളെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മക്കളെ എന്ന് വിളിക്കുകയാണ് സദാനന്ദൻ. വക്കീലിന്റെയും മേഡത്തിന്റെയും മക്കളങ്ങ് ഒരുപാട് വളർന്നല്ലോ. അല്ല, മോൻ മെഡിസിൻ പഠിക്കുകയാണ് അല്ലേ? ഇഷ്ടപ്പെട്ട ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വക്കീല് നിങ്ങളോടെല്ലാം പറയുന്നുണ്ടല്ലോ, പിന്നെ എന്റെ വീട്ടുവിശേഷങ്ങൾ നിങ്ങളോട് വിളമ്പേണ്ട ആവശ്യം എനിക്കില്ല. കൊണ്ട് സദാനന്ദൻ പറയുകയാണ്, കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. എനിക്ക് നഷ്ടങ്ങൾ ഒരുപാട് നിങ്ങൾ വരുത്തി വെച്ചു. അതൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചേക്കാം. എന്റെ മോനെതിരെ ഒരു കാരണവശാലും നിങ്ങൾ കോടതി മുറിയിൽ എത്തരുത്. നിങ്ങളുടെ ഭീഷണിയെക്കാളും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് രണ്ടാത്മാക്കളുടെ കണ്ണീരാണ്. ഒരു സാധു ബ്രാഹ്മണന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അവരുടെ കരച്ചിൽ എന്റെ ഉള്ളിലുണ്ട്. ഞാനിനി കോടതിയിൽ വന്ന് കണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ചെയ്യപ്പെട്ട നിരപരാധിയായ ആ പയ്യന്റെ ആത്മാവും എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് സദാനന്ദൻ മുതലാളി പോകാൻ നോക്ക്. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. ആ തീരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ മകനും അനുകൂലമായിരിക്കില്ല. അത് കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് സദാനന്ദൻ. ആകെ പേടിച്ചു നിൽക്കുകയാണ് ദീപയും ദിയയും. പിന്നീട് കാണിക്കുന്നത് അഡ്വക്കേറ്റ് വിജയകുമാറിന്റെ ഓഫീസിലേക്ക് എത്തുന്ന സദാനന്ദനെയാണ്. ദേഷ്യപ്പെട്ടു വന്ന സദാനന്ദൻ വിജയകുമാറിനോട് ചോദിക്കുകയാണ്, തന്റെ ഭാര്യ എന്താടോ ഇങ്ങനെ? ചോദ്യവും ചോദിച്ചുകൊണ്ട് താൻ ഇങ്ങോട്ടത്തേക്ക് കയറി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ചോദ്യം തന്നെ ഞാൻ ഞങ്ങളുടെ ലൈഫ് തുടങ്ങി 2-3 വർഷം കഴിഞ്ഞപ്പോൾ ചോദിച്ചു തുടങ്ങിയതാണ്. എന്താ എന്റെ ഭാര്യ ഇങ്ങനെയെന്ന്. അതിനുത്തരം കണ്ടെത്തി തിരുത്താൻ പറ്റാത്തതാണ് തന്റെ പരാജയം. ഞാൻ പരാജയപ്പെട്ടിട്ടൊന്നും ഇല്ല. അങ്ങനെ പരാജയപ്പെട്ടെങ്കിൽ പ്രശ്നക്കാരിയായ ഒരു ഭാര്യയ്ക്കൊപ്പം ഇത്രയും കാലം ജീവിക്കാൻ സാധിക്കുമോ? എന്റെ ജീവിതം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്റെ മകന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ തനിക്ക് പറ്റുമോ? എന്തായാലും കേസ് കോടതിയിലെത്തിയാൽ താൻ തന്നെ ആയിരിക്കുമല്ലോ അവന്റെ വക്കീൽ. ദീപ കൊലക്കേസ് അവിടെ തന്റെ മകൻ ജയിൽ കാണാതിരിക്കണമെങ്കിൽ പ്രധാന സാക്ഷി കോടതിയിൽ എത്തരുതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഇപ്പോൾ അവനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ സാക്ഷിയാണ് ഭാഗ്യലക്ഷ്മി. പിന്നെ ഷീബ കൊലക്കേസിൽ മൊഴി കൊടുക്കാൻ ശ്രീകുമാർ എന്ന വിറ്റ്നസ് ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ അവന്റെ മരണത്തിന് സാക്ഷിയായ വില്ലേജ് ഓഫീസറും കോടതിയിലേക്ക് കടന്നു വരരുത്. ദാറ്റ്സ് ആൾ. ഒക്കെ കേട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, സ്വന്തം ഭാര്യയെ കളയാൻ തനിക്കാവില്ലേ? എത്ര നന്നായിരുന്നേനെ. പിന്നെ താൻ ജീവിതത്തിൽ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞതോ? പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഭാര്യയ്ക്കൊപ്പം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണോ വിജയമാകുന്നത്?
ഞാൻ വിജയം എന്ന് പറഞ്ഞത് പിടിച്ചു നിൽക്കുന്നു എന്നൊരു അർത്ഥത്തിലാണ്. സദാനന്ദ, ഇവിടെ ഞാൻ എന്റെ കഴിവ് മുഴുവൻ കോടതിയിൽ പുറത്തെടുത്താലും ആർത്തി രക്ഷപ്പെടണമെങ്കിൽ അതേ ഉള്ളൂ ഒരു മാർഗം. ഇത് ഭാഗ്യം കോടതിയിൽ വരാതിരിക്കുക. വിജയകുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തി പോലെ എന്തെങ്കിലും മാർഗം കണ്ടെത്തി ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന വില്ലേജ് ഓഫീസറെ തടയണം. എന്താ? സദാനന്ദൻ ചോദിക്കുകയാണ്. കൊല്ലാനാണോ താൻ പറയുന്നത്? കുട്ടികളുടെ അമ്മയായി പോയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. എന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിരുവിട്ടൊന്നും ചെയ്യാത്തത്. ഈ കേസ് മാത്രമല്ല, ഒരുപാട് തലവേദന ഉണ്ടാക്കി കഴിഞ്ഞു എന്റെ ശ്രീമതി. സാരമില്ലടോ, രാത്രി 2 പെഗ്ഗൊക്കെ അടിച്ച് തലപുകഞ്ഞ് കഴിയുമ്പോൾ ഒരു മാർഗം ഒത്തുവരും. എന്തായാലും കാർത്തിയെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ എനിക്ക് പറ്റില്ല. അത്രയും പറഞ്ഞു പോവുകയാണ് സദാനന്ദൻ. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ഓഫീസാണ്. ഓഫീസിലുള്ളവർ ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ്, സാറിനെ പറ്റിയാണ് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ സംസാരം. ടിവിയിലും പത്രത്തിലുമൊക്കെ മാഡം ഇപ്പോൾ സ്റ്റാർ ആണ്. എന്നെ പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല. ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചെയ്തതുപോലെ പ്രതികരിക്കാനുള്ള ആർജവം നിങ്ങൾക്കും ഉണ്ടാകണം. രാത്രിയിൽ വഴിയരികിൽ ഒരാൾ അപകടം പറ്റി ചോര ഒലിപ്പിച്ച് വാർന്നു കിടന്നാൽ എത്ര പേർ തിരിഞ്ഞു നോക്കും? രക്തം വാർന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എത്ര പേർ ഹോസ്പിറ്റലിൽ എത്തിക്കും? അതിനുശേഷം കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ എത്ര പേർ സമൂഹത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയും, മാധ്യമങ്ങളോട് പ്രതികരിക്കും? എന്റെ അറിവിൽ അത്തരക്കാരുടെ എണ്ണം കുറവാണ്. പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് പേരുണ്ടാകും. അവർക്ക് പിന്നിൽ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനാണ് പാട്. ഇത്രയും പറഞ്ഞ് തന്റെ ക്യാബിനിലേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ഒരു ഓഫീസർ വന്ന് ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്, മാഡം, കാര്യങ്ങളൊക്കെ മാഡത്തിന് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ എന്തിനാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെയൊക്കെ വെറുപ്പിക്കുന്നത്? പ്രതാപൻ ഇരിക്കെ എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. പ്രതാപൻ എത്ര വയസ്സായി? പോട്ടെ, 25 വയസ്സുള്ള ഒരു മകനില്ലേ പ്രതാപന്? അതേ പ്രായത്തിലുള്ള ഒരു പയ്യനാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ആ സ്ഥാനത്ത് നിങ്ങളുടെ മകനാണെങ്കിലേ നിങ്ങൾക്ക് നോവൂ. അവൻ ചെയ്ത തെറ്റെന്താ? മാധ്യമങ്ങളോട് സംസാരിച്ചു. നിയമം വിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും സ്വന്തം അച്ഛനും അമ്മയ്ക്കും അവൻ ജീവിച്ചിരിക്കെ അവന്റെ കർമ്മം ചെയ്യേണ്ടി വരുന്നു. എന്റെ മനസ്സിലിപ്പോൾ അവരെയുള്ളൂ. അവർക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും പ്രതാപ. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് പ്രതാപൻ. പുറത്തേക്കിറങ്ങിയ പ്രതാപൻ പ്രസാദിനോട് പറയുകയാണ്, പ്രസാദെ, ശ്രീകുമാർ എന്ന പയ്യന്റെ അനുഭവം ഇപ്പോൾ അവര് തന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടാണ് നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്. കൂടെ നിൽക്കുന്നത് സൂക്ഷിച്ചു വേണം. എനിക്കും ഭാര്യയും മക്കളുമൊക്കെ ഉള്ളതാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂട്ടിയിൽ പോകുന്ന ദിയയും ദീപയുമാണ്. അവരുടെ സ്കൂട്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തുകയാണ് ജഗൻ തന്റെ ബുള്ളറ്റ്. ദേഷ്യപ്പെട്ട വണ്ടിയിൽ നിന്നും ഇറങ്ങി ദിയ ചോദിക്കുകയാണ്, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? സോറി എന്ന് പറയുകയാണ് ജഗൻ. ദിയ ചോദിക്കുകയാണ്, എന്തോന്ന് സോറി? ബ്രേക്ക് പിടിച്ചില്ലെങ്കിലേ ഞങ്ങളിപ്പോൾ ഉടഞ്ഞു വാരിയേനെ. തിരിച്ചുകൊണ്ട് ജഗൻ ചോദിക്കുകയാണ്, ഞാൻ സോറി പറഞ്ഞല്ലോ കുട്ടി. വീണ്ടും ദിയ ചോദിക്കുകയാണ്, അത് പറഞ്ഞാൽ എല്ലാം അങ്ങ് തീരുമോ? രാവിലെ കുറെ എണ്ണം ഇറങ്ങും ബൈക്കും എടുത്ത് ചെത്താനായിട്ട്. പരസ്പര ബോധമില്ലാതെ എടുത്തു മാറ്റിടോ എന്ന് പറയുകയാണ് ദിയ. ശരിയെന്നും പറഞ്ഞ് വണ്ടി മുന്നോട്ട് നിർത്തുകയാണ് ജഗൻ. പേടിച്ച് ദീപ ദിയയോട് പറയുകയാണ്, അതെ, നീ ഇനി ഒന്നും പറയാൻ നിൽക്കേണ്ട. അത് ചിലപ്പോൾ ഇനി സദാനന്ദന്റെ ആൾക്കാരായിരിക്കും. ആരുടെ ആയാലെന്താ, പറയാനുള്ളത് പറഞ്ഞു തന്നെ പോണം. പോകാമെന്ന് പറയുകയാണ് ദീപ. ഇത്രയുമാണ് ഭാഗ്യലക്ഷ്മിയുടെ 2ാമത്തെ എപ്പിസോഡ്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഇനിയും തുടർന്നും ഇടണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.